ഓം ശാന്തി. എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്തിട്ടും എവിടെയും എത്താതെ തൻ്റെ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടാവുന്നതിൻ്റെ മാക്സിമം കഷ്ടപ്പെട്ടിട്ടും അഥവാ ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നില്ല എങ്കിൽ നമ്മൾ കൊടുത്ത പൈസകളൊന്നും തന്നെ തിരിച്ച് നമുക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥ വരിക. നമ്മുടെ പല സാധനങ്ങളായി തന്നെ കിടക്കുന്നു. അതിന് ധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, മറ്റൊന്ന് അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരിക്കുന്ന ഫലത്തിൻ്റെ 4/1 പോലും കയ്യിൽ വന്ന് ചേരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ധനം നിങ്ങളിലേക്ക് മഴ പോലെ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, മണി ബ്ലോക്ക് അഥവാ ധനം നമ്മളിലേക്ക് ഒഴുകി വരുന്നതിനുള്ള തടസ്സം അതൊരിക്കലും പുറമെ നിന്നല്ല സംഭവിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ധനം വരണോ അതോ ധനം പോകണോ? ആദ്യം നമ്മുടെ ബുദ്ധി അഥവാ നമ്മുടെ മനസ്സാണ് അതിൻ്റെ പിന്നിൽ കാര്യം ചെയ്യുന്ന ആൾ. എല്ലാ മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന മോസ്റ്റ് വണ്ടർഫുൾ ആയിരിക്കുന്ന ഫാക്ടർ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും തന്നെയാണ്. ഞാൻ അടുത്തിടെ ഒരു ആസ്ട്രോളജർ ഒരു ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയും അവരൊരു സ്പെൽ കാസ്റ്ററുമാണ്, ആസ്ട്രോളജറാണ്, ന്യൂമറോളജിസ്റ്റാണ്, എല്ലാം അറിയുന്നതായിട്ടുള്ള ഒരു സ്പീക്കറുടെ ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കെ അവരെടുത്ത് ആ പോഡ്കാസ്റ്റിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ടായിരുന്നു, മന്ത്രം അതല്ലെങ്കിൽ തന്ത്രം അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടുള്ള വിദ്യകൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിലേതാണ് കൂടുതൽ പവർഫുൾ? മന്ത്രമാണോ, തന്ത്രമാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യകളാണോ? എന്താണ് നമ്മുടെ മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്ന മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നും എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇത് തന്നെയാണ്. മനസ്സാണ് എല്ലാം. നമ്മുടെ ജാനകിദാദി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മനസ്സാണ്, നിങ്ങളുടെ ചിന്തകളാണ് എല്ലാം. എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് മൈൻഡ് മാറ്റേഴ്സ്, മനസ്സിലെന്തോ അതാണ് നമ്മുടെ ജീവിതമെന്ന്. അവരും പറഞ്ഞ സെയിം വാക്ക്. ഇതൊന്നുമല്ല പവർഫുൾ ആയിട്ടുള്ള സാധനം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതായിട്ടുള്ള വെപ്പൺ. ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ നേടാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിനോട് നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ് അത് നിങ്ങൾക്ക് 100% പ്രവർത്തിക്കണോ, 50% പ്രവർത്തിക്കണോ, 10% പ്രവർത്തിക്കണോ, ഇതൊക്കെ ആധാരമാവുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുമ്പോഴേ നമ്മളിലേക്ക് ധനം ആകർഷിക്കപ്പെട്ടു വരുള്ളൂ. അതിന് എത്രത്തോളം വിശ്വാസം വേണമെന്ന് വിചാരിച്ചാൽ, ഇപ്പം എന്നെ ഒരാൾ ഷീബ എന്ന് വിളിക്കുമ്പോൾ ആ പേര് കേട്ടതും ഞാൻ നോക്കും, എന്നെ തന്നെയാണോ വിളിച്ചത്, ഞാൻ തന്നെയാണോ ഷീബ എന്ന് ചിന്തിക്കാറില്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ ഒരാൾ പേരെടുത്ത് വിളിക്കുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ, ഇനി ഈവൻ 2 ഷീബമാർ ഒരേ സമയത്തുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ, എന്നാൽ ആ ഷീബേനെ ആയിരിക്കാം വിളിച്ചതെന്ന് ചിന്തിക്കാറില്ല. ആ പേര് കേട്ടാൽ ഉടനെ നിങ്ങൾ അതിന് നേരെ തിരിഞ്ഞു നോക്കും. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞാനാണ് ഷീബ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു നിങ്ങളുടെ പേര് സഹിതം നിങ്ങളാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത്രയ്ക്കും വിശ്വാസം. ഏത് കാര്യമാണോ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടേണ്ടത് ആ കാര്യത്തിൽ അത്രയ്ക്കും വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ യാതൊരു സംശയവുമില്ല അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ഉതകുന്ന രീതിയിൽ പല തവണയായിക്കൊണ്ട്, പല സാഹചര്യങ്ങളായിക്കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടായതായിട്ടുള്ള സംഘർഷങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ ഫെയിലിയറുകൾ, നമുക്കുണ്ടായി തീർന്നതായിട്ടുള്ള തോൽവി കൊണ്ട് നമ്മുടെ ഉള്ളിൽ റെക്കോർഡായി പോകുന്ന കുറേ ഫീലിങ്സ്, ഇതൊക്കെ കൂടെ നമ്മുടെ ഊർജ്ജ മണ്ഡലത്തിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന തടസ്സങ്ങളെ, ബ്ലോക്കുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് നമ്മുടെ മൂലധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മൂലധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരീരത്തിൽ എവിടെയാണ് അത് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ശരീരത്തിൽ ചക്രങ്ങൾ പലതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചക്രങ്ങൾ എന്താണ്, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, അതിനുള്ള മെഡിറ്റേഷൻ എന്താണ്, ഇതൊക്കെ ഓൾറെഡി BK ഷീബയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. എന്നിരുന്നാൽ പോലും ഇന്ന് അതെന്താണെന്നൊന്ന് പറഞ്ഞു തന്നിട്ട് ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിലോ അവർക്ക് വേണ്ടി ഈ പോയിന്റ് കൂടി പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നട്ടലുള്ളതായിരിക്കുന്ന ശരീരത്തിലേക്ക് സ്പിരിച്വൽ എനർജി, ഊർജത്തെ സെൻഡ് ചെയ്യുന്നതായിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത് തന്നെ.
അതിൽ മൂലധാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും എൻഡിലുള്ളതായിരിക്കുന്ന പോയിന്റ്. ആ പോയിന്റിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ കാലിലേക്കും മസിൽസിലേക്കും ഒക്കെ എനർജി സെൻഡ് ചെയ്യുന്നതായിട്ടൊരു ഘടകം തന്നെയാണത്. ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മുടെ ഭയം ഉണ്ടാവുന്ന സമയത്ത് ആദ്യം നമ്മുടെ മൂലധാര ചക്രം വീക്കായി മാറും. മൂലധാര ചക്രം വീക്കാവുമ്പോഴാണ് പലപ്പോഴും പല എനർജികളും നമ്മുടെ ശരീരത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതും പ്രവേശിക്കുന്നതും. പലർക്കും പ്രവേശിക്കുന്നു, ചിലർക്ക് അത് അവരുടെ ഓറയിൽ പ്രഭാവം ഉണ്ടാക്കുന്നു, ചിലർക്ക് സ്വഭാവ സംസ്കാരങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു, ചിലരെ ഭയം കീഴ്പ്പെടുത്തുന്നു, ചിലർക്ക് ആത്മവിശ്വാസം നഷ്ടമായി പോകുന്നു, ചിലർക്ക് ചെയ്യുന്നതെല്ലാം തോറ്റുപോകുന്നൊരവസ്ഥ വരുന്നു. ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചേക്കാം. അതുകൊണ്ട് മാറ്റമുണ്ടാകാൻ ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള മെത്തേഡാണ് ഈ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? സിസ്റ്റർ പറഞ്ഞപ്പോൾ ആത്മ ഊർജത്തെ, സ്പിരിച്വൽ എനർജീനെ സെൻഡ് ചെയ്യാനുള്ള പോയിൻ്റാണ്. സൂക്ഷ്മത്തിലും അതെ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അറ്റത്തതായിട്ടുള്ള പോയിൻ്റ്. ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും ഒരു ചെറിയ തകരാറ് സംഭവിച്ചാൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാനോ ഇരിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥ വരും. ഫിസിക്കലിയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇരിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. വേദന കൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സൂക്ഷ്മത്തിലും അത് വളരെ പ്രാധാന്യമുള്ള പോയിൻ്റാണ്. അതുകൊണ്ട് മൂലധാരം, റൂട്ടാണത്. അവിടെ നിന്നാണ് എനർജിയുടെ നമുക്കുള്ളിലേക്ക് വരുന്നതിൻ്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എനർജികളുടെ, അത് നെഗറ്റീവ് എനർജി ബ്ലോക്ക് വേണോ അതോ പോസിറ്റീവ് എനർജി അവിടെ നിൽക്കണോ, നെഗറ്റീവ് എനർജി വരണോ എന്നൊക്കെ നിശ്ചയിക്കുന്ന സ്ഥാനം. അതുകൊണ്ട് അതിന് മൂലം, വേര് എന്നുള്ള അർത്ഥത്തിൽ മൂലധാര ചക്രം എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ആ വേരിൽ, ഏതൊരു ചെടിക്കും നമ്മൾ പറയുമല്ലോ, വേരിൽ വളവും വെള്ളവും കൊടുക്കുമ്പോഴാണ് ചെടി പുഷ്പിക്കുന്നത്. അതുപോലെ ഈ ഭൂമിയുമായിട്ട്, ഭൂമിതത്വവുമായി, ഈ ശരീരത്തിലെ ഭൂമിതത്വവുമായി, ഈ ഭൂമിയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന സ്ഥാനവും മൂലധാര ചക്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, ഭൂമിയിലാണ് എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടം. മൂലധാര ചക്രം ആക്റ്റീവ് ആവുന്നതോടെ നിങ്ങളുടെ ഉള്ളിലേക്കും ധനത്തിൻ്റെ പ്രവാഹം ആരംഭിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് അട്രാക്റ്റ് ചെയ്യാൻ വിധാവണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എനർജി അതിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയേ പറ്റൂ. ഞാനും എൻ്റെയും. ഞാൻ എന്ന് ഒരിക്കലും ഉദാഹരണം പറയുകയാണ്, ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ സാരിയല്ല, ഇത് എൻ്റെ സാരി തന്നെ പറയാം. ഈ മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട്, ഞാൻ മൈക്കല്ലല്ലോ, ഞാനാണ് ഈ മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നു. ശരീരത്തിൽ നമ്മുടെ എന്തൊരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുക, ഇത് എൻ്റെ വീട്, എൻ്റെ വാച്ച് അല്ലെങ്കിൽ എൻ്റെ കമ്മൽ, എല്ലാം എൻ്റെയാണ്. എൻ്റെ ഉടമസ്ഥതയുള്ള വസ്തുവിനെ കുറിച്ച് ഞാൻ പറയുന്നു ഇത് എൻ്റെ. ഇൻ ദ സെയിം വേ നിങ്ങൾ അവനവനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പറയുമ്പോൾ എൻ്റെ കണ്ണ്, എൻ്റെ കൈ, എൻ്റെ കാല്, ഇതൊക്കെ എൻ്റെയാണ്. എൻ്റെ ദേഹം എന്ന് പറയാം, ഞാൻ ദേഹം എന്നല്ല പറയുന്നത്. മീൻസ് ഞാൻ എന്ന ഉടമസ്ഥൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എൻ്റെയെ കുറിച്ച് പറയുകയാണ്. ഈ ദേഹം എൻ്റെയാണ്, ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന എനർജിയാണ്. അപ്പം അതുകൊണ്ട് ആ എനർജി സെൻഡ് ചെയ്യുന്ന, ആക്ടിവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ എനർജി സെൻറ്റർ ഈ ബോഡിയിലെ പിനിയൽ ഗ്ലാൻസിൻ്റെ, പിറ്റ്യൂട്ടറിയും പിനിയൽ ഗ്ലാൻസും കൂടിച്ചേരുന്ന പോയിന്റിൽ അവിടെ നിന്നുള്ളതായിരിക്കുന്ന പ്രകമ്പനങ്ങളാണ് ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത് ഈ മുഴുവൻ ബോഡിയിന് ഇതൊരു വലിയ കമ്പനി പോലെയാണ്. എങ്ങനെ എല്ലാ ആക്ഷൻസും ഓട്ടോമാറ്റിക് നടക്കുന്നത്, ഇതിനെല്ലാം ഓർഡർ കൊടുക്കുന്നതായിരിക്കുന്ന ഉപബോധ മനസ്സുകളുടെ ഉറവിടമായിരിക്കുന്ന ദ സ്പിരിച്വൽ എനർജി അഥവാ ഞാൻ എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഒറിജിനൽ സ്ഥാനം ഇതൊന്ന് കുറച്ചുള്ളിലായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണേണ്ടത് ഞാൻ ഇതല്ല, ഞാൻ ആത്മാവാണ് എന്നതായിരിക്കുന്ന വിഷൻ. അതായത് പോയിൻ്റ് ഓഫ് ലൈറ്റ് ആയിക്കൊണ്ട് ഒരു പ്രകാശപുഞ്ചം പോലെ, അതിസൂക്ഷ്മമായൊരു ദീപനാളം പോലെ, ആകാശത്ത് കാണുന്ന ഒരു ചെറു നക്ഷത്രം പോലെ ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സർവശക്തനായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ സമീപത്തേക്ക് വിളിക്കുക. നമ്മൾ ആഹ്വാനം ചെയ്താൽ, വിളിച്ചാൽ, മക്കളെ വിളിച്ചാൽ മക്കളുടെ വിളിയുടെ ആഴമനുസരിച്ച് അമ്മമാരും അച്ഛന്മാരും ഉത്തരം പറയാറുണ്ട്. ഒരു കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ പണിയിലാണെങ്കിൽ ആ മോനെ എന്ന് പറയാം. അതേസമയം കുട്ടി കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് അമ്മേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ എന്താ മോനെ എന്ന് ചോദിച്ചാൽ ഓടിച്ചെന്നേക്കും. ആ വിളിയുടെ അഗാധമായിട്ട് എൻ്റെ അമ്മേന്ന് പറഞ്ഞാൽ വരുന്നതെങ്കിൽ അടുത്ത സെക്കൻഡിൽ അമ്മ കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ദ സെയിം എനർജി കമ്മ്യൂണിക്കേഷൻ.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഭഗവാനെ എന്നുള്ളതായിരിക്കുന്ന 100% ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ, സമർപ്പണത്തോടെ, ഫുൾ ഡിവോഷനോട് കൂടിയിട്ട് നിങ്ങൾ എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചാൽ അടുത്ത സെക്കൻഡിൽ ആ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തിക്കഴിയും. ആ പരമപ്രകാശം സർവശക്തനായ ഈശ്വരനെ അകക്കണ്ണുകൊണ്ട് കണ്ട് ആ ഊർജത്തെ ചുവന്ന പ്രകാശമായിട്ട് സർവശക്തികളുടെ കിരണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കണം. ആ കിരണങ്ങൾ നമ്മുടെ നട്ടിലിലൂടെ ഒഴുകി ആ മൂലധാര ചക്രത്തിൽ ചെന്ന് നിറയുന്നതായിട്ട് കാണുക. ഏത് വർണ്ണത്തിൽ കാണണം? റെഡ് കളറിൽ. അവിടെ ആ ഒരു സ്ഥാനത്ത് ആ എനർജി ഇങ്ങനെ കറങ്ങി 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 അത് ഫുള്ള് ക്ലീനായി, പ്യുവറായി, പവർഫുള്ളായിട്ട് മാറി പതിയെ പതിയെ ആ ഊർജം നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൂലധാര ചക്രം ആക്റ്റീവായിട്ട് മാറും. ആ മൂലധാര ചക്രം ആക്റ്റീവായിട്ട് എഗെയിൻ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ചുവന്ന വർണ്ണത്തിൽ കത്തുന്ന അഗ്നി പോലെ കയ്യിൽ കത്തി നിൽക്കുന്ന ഊർജ്ജ മണ്ഡലത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഊർജ്ജ മണ്ഡലത്തിനെ കയ്യിൽ പൂർണ്ണമായിട്ട് കത്തിച്ചിട്ട് ശരിക്കും നമ്മൾ കാണണം, തീ കത്തുമ്പോൾ അതിൻ്റെ ഊർജ്ജം ചൂടും അതിൻ്റെ വെളിച്ചവും കാണും പോലെ രണ്ട് കൈകളുടെ ഉള്ളിലും ആ ഊർജ്ജം ആ പ്രകാശമായിട്ട് കത്തി ജ്വലിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നടുവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലുവേദന ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സട്ടിൽ ലെവലിൽ നോക്കി അവിടെ എനർജി ബ്ലോക്ക് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. അതർവൈസ് ആ ഊർജ്ജം നിറഞ്ഞ ശേഷം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞയക്കുക. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് സ്വയം ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് നമ്മൾ ഊർജ്ജം നിറയ്ക്കുമ്പോൾ, നമ്മുടെ രക്ഷകനായി നിൽക്കുമ്പോൾ പിന്നെ എന്തിനു വിഷമിക്കണം? എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന അനുഭവം ചെയ്യൂ. ആ ഉറച്ച വിശ്വാസത്തിൽ, ശക്തിയിൽ ആ ഊർജ്ജത്തെ പ്രപഞ്ചത്തിലേക്ക് സെൻഡ് ചെയ്യുക. അൺലിമിറ്റഡ് റേസ്. ഒരു പ്രകാശകിരണോ 2 പ്രകാശകിരണമല്ല, അനന്തമായ പ്രകാശകിരണങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. അവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളിലേക്ക് ധനം നിങ്ങളെ തേടി വരുന്നതായിട്ട് അനുഭവം ചെയ്തുകൊണ്ട് വിഷ്വൽ ചെയ്യൂ. പക്ഷേ ആ റെഡ് കളറിനെ കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ മൂലധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള സട്ടിൽ ലെവൽ അഥവാ സ്പിരിച്വൽ ലെവൽ മെത്തേഡ്. മറ്റൊന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ റെഡ് കളറിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് റെഡ് കളറും മൂലധാര ചക്രവും തമ്മിൽ പരസ്പര പൂരകങ്ങളായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തക്കാളി പഴം കാണുകയാണെങ്കിൽ തക്കാളി കാണുമ്പോൾ ഓക്കെ ഇതെൻ്റെ മൂലധാര ചക്രത്തെ ആക്ടിവേറ്റ് ആക്കുന്നതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം. ആ സമയത്ത് വേണമെങ്കിൽ ടാപ്പിംഗ് മെത്തേഡും പറയുന്നുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഊർജ്ജം ആവാഹിക്കപ്പെട്ട കൈകൊണ്ട് ഒന്നുകിൽ നമ്മുടെ ബട്ടക്സിൻ്റെ മേലെയായിട്ട് 2 കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എനർജൈസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. അവിടെ പതുക്കെ ആ പോയിന്റിൽ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആ എനർജി ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ് എന്ന് ഫീൽ ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. അത് റെഡ് കളറുള്ളതായിരിക്കുന്ന ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഓക്കെ ഞാൻ റെഡ് കളറിൽ ഡ്രസ്സ് ഇടുകയാണ്, ഇന്ന് എൻ്റെ മൂലധാര ചക്രം ആക്റ്റീവാണ് എന്ന് കളർ കൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആഹാരം കൊണ്ട് നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഭൂമിയും ഈ ശരീരവും ഇതിൻ്റെ മേജർ പോർഷൻ ഈ ഭൂമിയിലത്തെയല്ലേ. അപ്പം അതുകൊണ്ട് ഇതിന് പവർ കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് ദിവസം ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ചെരുപ്പും സോക്സും ഒക്കെ അഴിച്ചു വെച്ചുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും രാവിലെ സാധിക്കുമോ ഏറ്റവും നല്ലതാണ്. കാരണം എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് എനർജി ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചെരുപ്പില്ലാതെ നല്ല മണ്ണിൽ നടക്കാൻ പറ്റുമോ? നമ്പർ 1. ഇനി മണ്ണൊന്നും കിട്ടാനില്ലെങ്കിൽ പോലും ചെരുപ്പ് മാറ്റി വെച്ചുകൊണ്ട് ഭൂമിയിൽ ടൈൽ ഇത് തറയാലും പോട്ടെ, ഭൂമിയായിട്ട് ബന്ധമുണ്ടല്ലോ, അങ്ങനെ നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബേബി മെറ്റൽ വിരിച്ച സ്ഥലമാവാം, അല്ലെങ്കിൽ നല്ല മണ്ണിൽ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് മൂലധാര ചക്രം ആക്റ്റീവ് ആവും. പിന്നെ മെഡിറ്റേഷന് വേറൊരു മെത്തേഡ് അറിയാത്തവർക്ക് ചില ധ്വനികൾ, ശബ്ദങ്ങൾ, മൂലമന്ത്രങ്ങളും നമ്മുടെ മൂലധാര ചക്രത്തിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. ലം എന്നതായിരിക്കുന്ന ശബ്ദം, ലം 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 എന്ന് 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ മുതൽ 5 മിനിറ്റ് സമയം വരെ ഏകാഗ്രമായിട്ട് കണ്ണുകളടച്ച് ചമ്രം പടിഞ്ഞ് താഴെ ഇരുന്നു കൊണ്ട് ചെയ്യാമെങ്കിലും നമ്മുടെ മൂലധാര ചക്രത്തിനെ ആക്റ്റീവ് ആക്കാൻ സാധിക്കും. ഈ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഞാൻ ചെയ്യാറില്ല. ബിക്കോസ് ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഞാൻ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഞാൻ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ മൂലധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ആക്കുന്നതായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന പ്രകൃതിയെ, ഭൂമിയെ, എല്ലാത്തിൻ്റെയും റിസോഴ്സ് ആയിരിക്കുന്ന ഭൂമിയെ നമ്മളുമായിട്ട് അലിയിക്കുന്ന ഭൂമി തത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന
വന്ന് മൂലധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ വർഷം പ്രത്യേകിച്ചും ഇത് 2025 ചൊവ്വയുടെ വർഷമാണ്. ആ റെഡ് കളറിനെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും. പക്ഷെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കരുത്. ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യണം. പക്ഷെ ആ കർമ്മത്തിലെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ ബ്ലോക്ക് റിമൂവ് ആവുമ്പോൾ എങ്ങനെയാണോ ഒരു പൈപ്പിൻ്റെ ഉള്ളിലെ ബ്ലോക്ക് ഒഴിവാക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്നത്, അതുപോലെ കർമ്മം എന്ന പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കൂ. ബ്ലോക്ക് ഈ മെഡിറ്റേഷനിലൂടെ, ഈ മെത്തേഡിലൂടെ റിമൂവ് ചെയ്യൂ. ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരിക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങളെല്ലാം ജീവിതത്തിൽ ധനത്തിൻ്റെ എല്ലാ ബ്ലോക്കും റിമൂവ് ആയിക്കൊണ്ട് ഹാപ്പി ആയിരിക്കുന്ന, നിങ്ങൾക്ക് സമ്പന്നമായിരിക്കുന്ന, ഹാപ്പി ഹെൽത്തി വെൽത്തി ആയിരിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.